ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരണം. അപകടത്തിൽ ഇറാൻ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഉൾപ്പെടെ മരിച്ചു എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹെലികോപ്റ്ററിന് സമീപത്തു നിന്നും മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ചില മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് എന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നും രക്ഷാപ്രവർത്തകർ അറിയിച്ചതായാണ് റിപ്പോർട്ട്. തകർന്ന ഹെലികോപ്റ്ററിനരികിൽ രക്ഷാപ്രവർത്തകരെത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തകർന്ന ഹെലികോപ്റ്ററിന്റെ സമീപത്ത് നിന്നുള്ള ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപകടത്തിൽ ജീവനോടെ ആരും രക്ഷപ്പെട്ടതിന്റെ സൂചനകളൊന്നും സ്ഥലത്ത് നിന്ന് ലഭിച്ചിട്ടില്ലെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തകർന്ന ഹെലികോപ്റ്ററും രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയെങ്കിലും ആദ്യഘട്ട പരിശോധനയിൽ സമീപത്തായി ആരെയും കണ്ടെത്താനായിരുന്നില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ജീവനോടെ ആരും അവശേഷിക്കുന്നില്ല എന്ന രക്ഷാപ്രവർത്തകർ അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ഇറാൻ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരിക്കുന്നത്. അപകടത്തിൽ എല്ലാവരും കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ റെഡ് ക്രസന്റ് ചെയർമാൻ കോലിവാൻഡും അറിയിച്ചു. പ്രസിഡന്റ് ഇബ്രാഹിം റൈസി, വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ, ഈസ്റ്റേൺ അസർബൈജാൻ ഗവർണർ മലേക് റഹ്മദി, തബ്രിസ് ഇമാം മുഹമ്മദ് അലി അലേഹസം, പൈലറ്റ്, സഹ പൈലറ്റ്, ക്രൂ ചീഫ്, സുരക്ഷാ മേധാവി, ബോഡി ഗാർഡ് എന്നിവരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഇവരെല്ലാം തന്നെ മരിച്ചു എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതോടെ ഇറാൻ ഭരണഘടന പ്രകാരം ഒന്നാം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബാർ ഇറാന്റെ താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേൽക്കും. പ്രത്യേക കൗൺസിലായിരിക്കും ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അടുത്ത 50 ദിവസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനായുള്ള തിരഞ്ഞെടുപ്പ് നടക്കും. രക്ഷാദൌത്യത്തിന് റഷ്യയുടെയും തുർക്കിയുടെയും സഹായം ലഭിച്ചിരുന്നു. രക്ഷാപ്രവർത്തനത്തിനായി പ്രത്യേക പരിശീലനം ലഭിച്ച സംഘത്തെ അയച്ചതായി റഷ്യ വ്യക്തമാക്കുകയുണ്ടായി. 12 മണിക്കൂറിലധികമായി 40-ലേറെ സംഘങ്ങൾ നടത്തിയ തിരച്ചിലിലാണ് ഹെലികോപ്റ്റർ കണ്ടെത്താനായത്. അസർബൈജാൻ അതിർത്തിക്ക് സമീപം ജോൽഫ നഗരത്തിലാണ് അപകടമുണ്ടായത്. ടെഹ്റാനിൽ നിന്ന് 600 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. മോശം കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്റർ തിരിച്ചിറക്കിയതാണെന്നാണ് ഇറാൻ വാർത്താ ഏജൻസി വിശദീകരിക്കുന്നത്. ഇറാൻ അസർബൈജാൻ അതിർത്തി പ്രദേശത്ത് ഖ്യുസ് കലാസി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മടങ്ങവെയായിരുന്നു റൈസിയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. 3 ഹെലികോപ്റ്ററുകൾ പ്രസിഡന്റിനൊപ്പം സംഘത്തിലുണ്ടായിരുന്നു. മറ്റ് 2 ഹെലികോപ്റ്ററുകളും സുരക്ഷിതമായി തിരിച്ചെത്തി. 1960 ജനിച്ച റൈസി ടെഹ്റാനിലെ പ്രോസിക്യൂട്ടർ ജനറലും നിയമകാര്യ വിഭാഗത്തിന്റെ ഉപമേധാവിയും രാജ്യത്തിന്റെ പ്രോസിക്യൂട്ടർ ജനറലുമായിരുന്ന ശേഷമാണ് പ്രസിഡന്റായത്. ജുഡീഷ്യറിയുടെ തലവനായിരിക്കെ 2021 ഇറാൻ പ്രസിഡന്റായ റൈസി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ പിൻഗാമിയാകുമെന്നുവരെ കരുതപ്പെടുന്ന കരുത്തുറ്റ നേതാവായിരുന്നു. ഇസ്രയേലുമായി ഇറാൻ സംഘർഷത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ അപകടം പലതരത്തിലുള്ള ചിന്തകൾക്ക് വഴിവെക്കുന്നുണ്ട്. പശ്ചിമേഷ്യയെ ആകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ ഹെലികോപ്റ്റർ അപകടം. മധ്യപൂർവ്വ മേഖലയിലെ പ്രധാന ശക്തിയാണ് ഇറാൻ. ഇസ്രായേലിനെതിരെ പോരാടുന്ന ഗസയിലെ ഹമാസിനും ലബനനിലെ ഹിസ്ബുള്ളയ്ക്കും ഇറാൻ ശക്തമായ പിന്തുണയാണ് നൽകിപ്പോന്നിരുന്നത്. ഇതെല്ലാം ഈ ഹെലികോപ്റ്റർ അപകടത്തിന് പലതരത്തിലുള്ള മാനങ്ങൾ നൽകുകയാണ്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.